മീനൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മീൻകാരി ചേച്ചിയുടെ വരവ്. അതും നല്ല അടിപൊളി കരിമീനുമായിട്ട്. അപ്പോൾ കരിമീൻ വാങ്ങിച്ച് ചേച്ചി തന്നെ വെട്ടിത്തരും. പിന്നെ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി. അത് മസാല പുരട്ടി പൊരിക്കുന്ന പണി മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ അത് വറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു ഫോൺ കോൾ വരുന്നത്. അതും മാമാടെ വക. അവരുടെ വീട്ടിലെ മീൻ കുളം പറ്റിച്ചു. അപ്പോൾ അതിനകത്ത് കുറച്ച് ചെമ്പല്ലിയും റെഡ് ബെല്ലിയും ഉണ്ട്, കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഇതാ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞു. ഒരു മണിക്കൂറിനകം മാമ മീനുമായിട്ടെത്തി. വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ജീവനുള്ള റെഡ് ബെല്ലിയും ചെമ്പല്ലിയാണ്. ചെമ്പല്ലി നേരെ കിണറ്റിലേക്ക് ഇട്ടു. കുഞ്ഞു ചെമ്പല്ലിയായിരുന്നു, അവിടെ കിടന്ന് വളരട്ടെ എന്ന് കരുതി. റെഡ് ബെല്ലിനെ വീട്ടിൽ തന്നെ ഒരു പാത്രത്തിൽ ആദ്യം ഇട്ട് വെച്ച് പിള്ളേർക്ക് കാണാൻ വേണ്ടിയിട്ട്. അടുക്കളയിൽ നിന്ന് അത് കുറേ നേരം അത് നോക്കി നിന്നപ്പോൾ പിന്നെ അത് ഹാളിൽ കൊണ്ടുവന്നു. വിശന്ന് കിടക്കുന്ന മീൻകുട്ടന്മാർക്ക് ഇച്ചിരി ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കുറേ ചോറ് മാറിയിട്ട് കൊടുത്തു. ഇവന്മാരുടെ ഈ കളിയും ചിരിയും കണ്ടിട്ട് നാളെ മിക്കവാറും ഇത് കറിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ കൺമുന്നിൽ കൂടെ ഓടി നടന്ന മീനിനെ പിന്നീട് എനിക്ക് കറി വെച്ച് കഴിക്കാനായിട്ട് വലിയ ഉത്സാഹമൊന്നും കാണത്തില്ല. ബക്കറ്റിൽ കിടക്കുന്ന മീൻ ഇശലിനെ കടിച്ചെന്നാണ് ഇശൽ പറയുന്നത്. എന്തായാലും പിള്ളേർക്ക് അതൊരു എൻ്റർടൈൻമെൻറ്റായി. അതിനകത്ത് എൻ്റെ കണ്ണും പിടിച്ച് കുറച്ച് പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും മാറിയും തിരിഞ്ഞ് നിന്ന് മീനിനെയും കാട്ടുന്ന കളിയോട് കളി. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും എന്താ മീനിൻ്റെ ജീവനൊക്കെ പോയി റെഡിയായിട്ട് ഇരിപ്പുണ്ട്. രാവിലെ എടുത്ത് കറി വെക്കാനുള്ളതൊക്കെ ഉമ്മ അരിഞ്ഞ് പിറക്കി എടുക്കുന്നുണ്ട്. ഞാനിതിനെ വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ കറിച്ചട്ടിയിലോട്ടാവാനുള്ള യോഗം അവനില്ല. കറിക്കുള്ളതെല്ലാം റെഡിയാക്കി വന്നപ്പോഴേക്കും എൻ്റെ മനസ്സ് മാറി. എനിക്കെന്തായാലും ഈ കറി വെച്ചാൽ കൂട്ടാൻ പറ്റത്തില്ലെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു. പിന്നെ ഇതിനെ വെറുതെ റിസ്ക് എടുക്കുന്നത്. അത് നേരെ പാക്ക് ചെയ്ത് അടുത്ത വീട്ടിൽ നാത്തൂന് തന്നെ കൊടുത്തു. ഇന്ന് അവരുടെ വീട്ടിലെ ലഞ്ചിന് കറിയാവാനാണ് ഈ റെഡ് ബെല്ലി കുട്ടന്മാരുടെ യോഗം.